കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി തനിക്ക് ലഭിച്ചത് ചെമ്പ് പാളി എന്ന ആവർത്തിച്ചിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്വേഷണം നടക്കട്ടെ എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളെ തള്ളുകയാണ് രേഖകൾ. അതായത് 1999 തന്നെ സ്വർണം പൊതിഞ്ഞിരുന്നതായുള്ള മാഗസ്റ്ററും രജിസ്റ്ററും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ചോദ്യം ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ശരിക്കും സംഭവിച്ചത്. ചെമ്പ് പാളി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് രാവിലെ തന്നെ പറയുകയുണ്ടായിരുന്നു. മറ്റൊന്ന് പറയുന്നത് അന്വേഷണം നടക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം പത്മകുമാറും K അനന്തഗോപനും അടക്കമുള്ള ആളുകൾ പൂർണ്ണമായും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ, മറച്ചുവെക്കാൻ വേണ്ടി ഒന്നുമില്ല, സത്യങ്ങൾ പുറത്തു വരട്ടെ എന്ന തലത്തിലുള്ള കാര്യങ്ങളാണ് അവരെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളെ തള്ളുന്ന രേഖകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് 1999 മെയ് മാസം 4-ാം തീയതി സ്വർണം പൊതിഞ്ഞിരുന്നതായി മഹസറും രജിസ്റ്ററും ഈ ധാരക പാലശില്പത്തിൽ 800 ഗ്രാം സ്വർണം പൂശിയിരുന്നതായി തൊഴിലാളിയുടെ മൊഴിയും പുറത്തു വരികയാണ്. ഓർക്കണം, 99 കഥയാണ് ഈ പറയുന്നത്. അത് രേഖകളിലുള്ളതാണ്. മെയ് 4-ാം തീയതിയാണ് ഇത്തരത്തിൽ സ്വർണം പൊതിഞ്ഞതായിട്ട് അവിടെ രജിസ്റ്ററും മഹസറും ഉള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡും പറഞ്ഞത്. ഇന്ന് മണിക്കൂറുകളായി ദേവസ്വം വിജിലൻസിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ പോറ്റി അപ്പോഴും പറയുന്നത് തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ വിവരങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. താൻ ബംഗളൂരുവിൽ പോയാലും എപ്പോൾ വിജിലൻസ് വിളിച്ചാലും മടങ്ങിയെത്തി കൃത്യമായ വിവരങ്ങൾ കൊടുക്കുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. RB സനൂപാണ് ഈ വാർത്ത ഇന്ന് സമഗ്രമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്. സനൂപ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്ത നിരന്തരം ഫോളോ ചെയ്യുകയും ഇതിന്റെ സത്യങ്ങളെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ച സനൂപാണ് നമുക്കൊപ്പം ചേരുന്നത്. സനൂപിന് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. സനൂപ്, ഇന്ന് മണിക്കൂറുകളോളം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു. പക്ഷേ ആ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വന്നപ്പം മാധ്യമപ്രവർത്തകർ, സനൂപ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്താണ് പറയാനുള്ളത്, എല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഉത്തരം പതിവ് പല്ലവി തന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞ ആ പതിവ് പല്ലവി തന്നെയാണ് ഇന്നും പറഞ്ഞത്. ഇന്ന് എന്താണ് ശരിക്കും വിജിലൻസ് ഓഫീസിൽ നടന്നത്? ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ടായിരുന്നു. അതാണ് ഇന്ന് 3-ാം വട്ടം സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തത്. ഉച്ചയ്ക്ക് 3:30 മുതൽ 7:30 വരെയായിരുന്നു ചോദ്യം ചെയ്യൽ. അങ്ങനെ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയത്. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി നൽകി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരം പറയാൻ വേണ്ട സമയം തന്നു, ഇടവേള തന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതിയാണ് അറിയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചത്. ഇതിനിടയിൽ എപ്പോൾ വിളിപ്പിച്ചാലും വരാൻ സന്നദ്ധത ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരത്താണെങ്കിലും ബംഗളൂരുവിലാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കും എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ നടത്തിയത്. കൃത്യമായിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കിയ ശേഷമായിരുന്നു വിജിലൻസിന്റെ ഈ ഒരു നീക്കം. പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതുണ്ടായിരുന്നു. കാരണം 2 വട്ടം മുമ്പ് ബംഗളൂരുവിൽ വെച്ച് അടക്കം ചോദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതേപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് നേട്ടം എന്തെങ്കിലും ഈ പാളികൾ കൊണ്ടുപോയത് വഴി ഉണ്ടാക്കിയിട്ടുണ്ടോ, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ദേവസ്വം വിജിലൻസിന് ചോദിച്ചറിയേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അവസാനത്തെ ഈ 3-ാമത്തെ ചോദ്യം ചെയ്യൽ നീണ്ടുപോയത്. ഇതുകൊണ്ട് അവസാനിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയാനും കഴിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ മറ്റ് സ്പോൺസർമാർ, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വാസുദേവൻ, അനന്ത സുബ്രഹ്മണ്യം, രമേശ്, ഇവരൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഇവർക്കുള്ള നോട്ടീസും ദേവസ്വം വിജിലൻസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെയും ഈ തനിക്ക് കിട്ടിയത് ചെമ്പ് പാളി തന്നെയാണെന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത്. അതുവഴി പ്രതിക്കൂട്ടിൽ ദേവസ്വം ബോർഡിനെ കൂടെ നിർത്താനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചത്. കാരണം താൻ മാത്രമായിട്ട് ചെയ്തതല്ല, തനിക്ക് കിട്ടിയ രേഖകൾ പ്രകാരം അത് ചെമ്പാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുമായിട്ട് RB സനൂപ് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാം.